ഇപ്പോൾ ഞങ്ങൾ സുന്ദരപാണ്ഡ്യപുരത്തോട്ട് പോകുന്നതിൻ്റെ അടുത്ത് കണ്ട ഒരു തെന്മല എക്കോ ടൂറിസം കണ്ട അവിടെ ഒരു ബോർഡുണ്ട്. ഞാൻ അതുപോലെ ഒന്ന് കേൾക്കണ്ട, ആ വണ്ടിയെ കിടക്കുന്നുണ്ട്. അവിടെ നിന്ന് പാസ് എടുത്ത് തന്നെ വരാൻ വേണ്ടി ഇവിടെ കുട്ടവഞ്ചിയുണ്ട്. കുട്ടവഞ്ചിയിലും കയറാം, അല്ലാതെ ഫോറസ്റ്റിൻ്റെ ബോട്ടിങ്ങും ഉണ്ട്. ഇവിടെ വന്ന് കയറണമെങ്കിൽ ഫോറസ്റ്റിൻ്റെ ബോട്ടിലാണ് കയറുന്നുണ്ടെങ്കിൽ ടോട്ടൽ 5-6-7 പേർക്ക് അവർക്ക് എന്തായാലും എല്ലാം കൂടെയാണ് 1200 രൂപ എന്താണ്. പിന്നെ കുട്ടവഞ്ചിയിൽ കയറുന്നുണ്ടെങ്കിൽ 3 പേർക്ക് 590 എന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങളെന്തായാലും കുട്ടവഞ്ചി കയറിയില്ല, ഞാൻ കാണിച്ചു തരാം. നോക്കി കണ്ട, ഇതാണ് ഡാമിൻ്റെ ഒരു സൈഡുണ്ട്. അപ്പോൾ ഡാമിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്. കാരണം ഞങ്ങളിപ്പോൾ ഇവിടെ നിന്നിട്ട് ഇപ്പോൾ ഒരു രാവിലെ സമയം ഇപ്പോൾ ഒരു 8 മണി ആയതേ ഉള്ളൂ, 8-8:30 മണി ആയതേ ഉള്ളൂ. പക്ഷേ നല്ല രസമുള്ള കേട്ടോ. ഞങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ട് വന്നപ്പോഴേ രാവിലെ വന്നപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. ഇവിടെ വന്നപ്പോൾ ചെറിയ മഴയുണ്ട്, പക്ഷേ നല്ല രസമുള്ളൊരു കാലാവസ്ഥയായിരുന്നു. നോക്കി, സുന്ദരപാണ്ഡ്യപുരത്തോട്ട് പോകുന്ന വഴിക്കുള്ളതാണ് കേട്ടോ. തെന്മല ഡാമിൻ്റെ ഇപ്പുറ സൈഡാണ് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ഇവിടേക്ക് വേണമെങ്കിൽ വന്ന് പാർക്ക് ചെയ്യാം. ഇവിടെയാണ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം. കണ്ടോ, പാർക്കിങ്ങിന് 50 രൂപയാണ് കേട്ടോ. അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് കണ്ടോ അതുവഴി കയറി ഇങ്ങ് വരാം. കണ്ടോ ഇതുവഴി ഇങ്ങ് വരാം. ഇവിടെ വന്ന് കുറച്ചൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പം വെള്ളം കുറവുണ്ട്. ഇങ്ങോട്ട് കണ്ട് ഒരുപാട് കണ്ടോ, അങ്ങോട്ടേക്ക് ഇവിടെ ഇനി ഒരുപാട് കെട്ടിയിട്ട്, പക്ഷേ വെള്ളം ഇങ്ങോട്ട് കയറിയിട്ടില്ല. വെള്ളം കുറവാണെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ. എന്തായാലും ഇനി അങ്ങോട്ട് പോകാൻ പറ്റും. നമ്മൾ ഡാമിൻ്റെ ഫ്രണ്ട് സൈഡിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും കാണിച്ചു തരാം. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ടോപ്പിൽ നിന്നുള്ളത് ഇപ്പോൾ കുറച്ചുകൂടെ നല്ലൊരു കാഴ്ചകൾ കാണിച്ചു തരാം. നോക്കി ഉണ്ടോ, ഈ സൈഡിലോട്ടൊക്കെ ഉണ്ട്. ഈ സൈഡിലൊക്കെ വെള്ളമൊക്കെ നല്ല ഒരു ഇതായിട്ട് ഇറങ്ങണം, ഒരു അനക്കൊന്നുമില്ല, നല്ല സൈലൻ്റ് ആയിട്ട് ഇറങ്ങണം. പക്ഷേ നിങ്ങൾക്ക് ഇതിൽ അറിയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ഇവിടെ നിന്ന് കറക്റ്റ് അറിയാൻ പറ്റും. നല്ല രസമാണ് കേട്ടോ കാണാൻ. കാരണം തന്നെ ആ സൈഡിൽ നിന്നൊക്കെ എന്തെങ്കിലും വല്ല മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാൻ വന്നാൽ അതൊക്കെ ഇപ്പം കിട്ടിയിരുന്നെങ്കിൽ നല്ലൊരു വിഷ്വൽസ് ആയിരുന്നു. കണ്ണു ഉണക്കി ഇവിടെ നിന്നുള്ള അതിൻ്റെ ഒരു ഡാമിൻ്റെ ഭംഗിയുണ്ടോ, നല്ല രസമുണ്ടോ. നമ്മളിപ്പോൾ അവിടെ നിന്ന് ആ ഡാമിൻ്റെ അവിടെ നിന്ന് വന്നിട്ട് അവിടെ നിന്നാണ് കണ്ടോ, അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തത്. ടിക്കറ്റ് ഒരാൾക്ക് 10 രൂപയാണ്. ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. 30 രൂപ കാർ പാർക്കിങ്ങിന്, 10 രൂപ. കാർ വേണമെങ്കിൽ ഇതിനകത്ത് കയറ്റിയിടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പുറത്താണ് ഇട്ടിരുന്നത്. പിന്നെ കുറച്ച് ദൂരം ഇടാണ്ട് ഞങ്ങൾ അവിടെ ഇട്ടു. അപ്പോൾ ഇങ്ങോട്ട് നമ്മൾ കണ്ട ഇവിടുത്തെ ബോർഡ് ഡാമിലേക്കുള്ള വഴി കണ്ട. ഇവിടെ കുറച്ചൊക്കെ ഉണ്ട്, കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ് എന്നതിൻ്റെ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതന്നെ അങ്ങോട്ട് അകത്തോട്ട് പോകാം. അവർ 2 പേരും പോകുന്നുണ്ട്. ഞങ്ങൾ നേരത്തെ കയറിയതാണ്. ഇതിൻ്റെ നേരെ ബാക്ക് സൈഡിലാണ് ഞങ്ങൾ നേരത്തെ കയറിയത്. ഇപ്പോൾ ഞങ്ങൾ എൻ്റെ ഫ്രണ്ട് കൂടെയാണ് വന്നത്. ഇനിയിപ്പോൾ ഇവിടെ ചെറിയ തൂക്കുപാലമൊക്കെ ഉണ്ട്. തൂക്കുപാലത്തിൻ്റെ അവിടെയൊക്കെ അങ്ങോട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. പിന്നെ ഇവിടെ രാവിലെ 9 മണി മുതൽ ഇവിടെ പ്രവേശനമുണ്ട്. വൈകിട്ട് 5 മണി വരെയാണ് ഇവിടെയുള്ള നമുക്ക് അലൗഡ് ഉള്ളത്. ഇപ്പോൾ ഇവിടെ ഡാമിൻ്റെ 2 ഷട്ടർ തുറന്നിട്ടുണ്ട്. അത് നമുക്ക് അങ്ങോട്ട് കാണിച്ചു തരാം. പിന്നെ ഇവിടെയും ഉണ്ട് എക്കോ ടൂറിസത്തിൻ്റെ, അവരുടെ ഫോറസ്റ്റിൻ്റെയൊക്കെ അവരുടെ ബോട്ട് സവാരി ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ അതിന് ഇവിടെ ചോദിച്ചപ്പോഴും 7 പേർക്കും 700 രൂപ വെച്ചാണ് അവർ പറഞ്ഞത്. അതും ഇവിടെ ഉണ്ട്, സവാരി ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളത് കയറുന്നില്ല അതിനകത്ത്. ഇപ്പോൾ എന്തായാലും ഈ ഡാമിലോട്ടുള്ള അങ്ങോട്ടുള്ള കാഴ്ച ഇവിടെ നമ്മൾ ചെറിയ കാഴ്ച കാണിച്ചു തരാം. ഡാം തുറന്നിരിക്കുന്ന കാഴ്ചയുണ്ടോ, അതുണ്ടോ, ആ കാണുന്നതാണ് ഡാം തുറക്കുന്നുണ്ട് അവിടെ. എന്താ ഞാനിപ്പോൾ ഈ ഡാമിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുകയാണ്. കണ്ടോ, ഇങ്ങോട്ട് നോക്കി, ഇവിടെ ഒരു ചെറിയ പാലമുണ്ട്. ഈ പാലത്തിൻ്റെ അവിടെ ഞാൻ നിൽക്കുന്നുണ്ട്. ഇങ്ങോട്ടൊക്കെ വെള്ളം നോക്കി, നല്ല ഫോഴ്സിലെ വെള്ളം പോകണം കേട്ടോ. ഇങ്ങോട്ട് നോക്കിയുണ്ടോ, കാരണം 2 ഷട്ടറും ഫുള്ള് തുറന്നിരിക്കുക കണ്ടോ. 2 ഷട്ടർ ഫുള്ള് തുറന്നിരിക്കുകയാണ്. അതിൻ്റെ മേളിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, കല്ലട ഡാം തെന്മല കണ്ടോ. നല്ല രസമുള്ള കാഴ്ച കേട്ടോ. നമുക്ക് അതിൻ്റെ ടോപ്പിലോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് പോകാം. ഞങ്ങൾ താഴോട്ട് വന്നപ്പോൾ ഇവിടെ നല്ലൊരു കാഴ്ച ഉണ്ട്. ഇവിടെ നിർത്തിയാണ്. ഇവിടെ ഒരു ചെറിയ തൂക്കുപാലം ഉണ്ട് കേട്ടോ. അങ്ങോട്ട് നോക്കിയുണ്ട്, ആ കാണുന്നത് അവിടെ ഒരു തൂക്കുപാലം കാണുന്നുണ്ട്. അവിടെ ഉണ്ടാക്കുന്ന തൂക്കുപാലം, അതിനകത്തൊരു എൻട്രി ആണെന്നുണ്ടെങ്കിൽ ആ സൈഡിൽ കൂടെ എൻട്രി വരാനുള്ളത്. അവിടെ കൂടെ വന്ന് വേണം കയറാൻ വേണ്ടി. ഇപ്പോഴത്തെ നമുക്ക് എൻട്രി ഇല്ല. അപ്പം ഇനി നമുക്ക് തിരിച്ചു പോകുമ്പം അവിടെ കൂടെ കയറണമെന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് നടന്നിട്ടും കണ്ടിട്ട് KSEBയുടെ 66 kV സബ്സ്റ്റേഷൻ തെന്മല ഉണ്ട്. അതാണ് കണ്ടത്. ഇത് കണ്ടോ, അവരുടെ ഓഫീസ് ഇതൊക്കെയാണ് കണ്ടോ. ഈ 2 സൈഡും അവരുടെ ഓഫീസ് തന്നെ ഉണ്ട്. ഈ തെന്മല ഡാമിൻ്റെ ഏറ്റവും ടോപ്പിലോട്ട് എത്തിയത്. ടോപ്പിലെത്തുമ്പോൾ സത്യത്തിൽ ഇങ്ങോട്ട് പറയാനില്ല. ഇങ്ങോട്ട് ടോപ്പിലോട്ട് കയറും തോറും അതിൻ്റെ ഒരു ഭംഗി നോക്കിയാൽ ഞങ്ങൾ തൻ്റെ ഏതായാലും എത്തിയാണ്. ഉണ്ടോ ഞാൻ ടോപ്പിലെത്തിയപ്പോൾ നല്ല കാഴ്ചകളാണ്. ഞാൻ നോക്കി കാണിച്ചത്. ഞാൻ ഇവിടെ ഒരു ചെറിയതുണ്ട്, KSEBയുടെ ചെറിയൊരു പ്രോജക്റ്റ് ഉണ്ട്. അത് ഇവിടെ കാണാൻ പറ്റും. കണ്ടോ, ഡാമിൻ്റെ ഏറ്റവും തൊട്ടടുത്താണ് ഞാൻ നിൽക്കുന്നത്. കണ്ടോ, ഇനി ഇതിൻ്റെ മേളിൽ എന്തായാലും കയറാം. ഞങ്ങൾ എന്തായാലും ഇത്ര സ്റ്റെപ്പ് ഉണ്ട്. കണ്ടോ, അവരങ്ങോട്ട് സ്റ്റെപ്പ് കയറുന്നുണ്ട്. എത്രയുണ്ട് കണ്ടോ. ഈ സ്റ്റെപ്പ് എന്തായാലും കയറണം. ഇത്ര സ്റ്റെപ്പ് ഞങ്ങൾ കയറി വന്നത് കണ്ടോ, ഈ കാണുന്നുണ്ടോ. ഈ സ്റ്റെപ്പ് ഞങ്ങൾ കയറി വന്നതാണ്. ഇനി ഇത്രയും കൂടെ ഉണ്ട് അങ്ങോട്ട് കയറണം. ഇനി കുറച്ചുകൂടെ ഇത് കയറി ഇനി ഒരു റൗണ്ടും കൂടെ ഉണ്ട്. അവരെ നമുക്ക് ടോപ്പിലെത്താം. ടോപ്പിൽ നിന്നുള്ള കാഴ്ച തന്നെ അതിമനോഹര കാഴ്ചയായിരിക്കും. പിന്നെ ഇവർ അവിടെ നിന്ന് ഇങ്ങോട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുത്ത കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവർ കാർ കുറച്ച് ദൂരം വരെയൊക്കെ വിടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി പ്രായമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഇങ്ങ് വരാൻ പറ്റും. പിന്നെ ഇങ്ങോട്ട് കയറാൻ ഇച്ചിരി പാടാണ്. അതുകൊണ്ട് കുറച്ചുകൂടെ കൂടെ വണ്ടി വിട്ടിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. പക്ഷേ അവരിങ്ങോട്ട് അതുവരെ അവർ ഇവിടെ വിടാനുള്ളൂ. ബാക്കി ഇത്രയും പാടി നമ്മൾ ഇനി കയറണം.
നോക്കി ഉണ്ടോ, എന്തായാലും ടോപ്പിൽ വരെ കയറിയിട്ടേ പോകുന്നുള്ളൂ. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അവിടെ കൊളുത്തുപ്പുഴ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. രാവിലെ ഫുഡെല്ലാം അവിടെ നിന്ന് കഴിച്ചിട്ടാണ് ഞങ്ങൾ കയറിയത്, ഇങ്ങോട്ട് വന്നത്. ഞങ്ങളത് ഏറ്റവും ടോപ്പിൽ കയറിയോ, ടോപ്പിൽ കയറിയുള്ള കാഴ്ച നോക്കിയാൽ ഏറ്റവും ടോപ്പിൽ നിന്നുള്ള കാഴ്ച കണ്ടോ. ഇവിടെ വീഡിയോ അലോഡല്ല എന്നൊക്കെ അവർ പറഞ്ഞു, എന്നാലും കുറച്ച് ഞങ്ങൾ എടുക്കുന്നുള്ളൂ കേട്ടോ. കണ്ടോ, ടോപ്പിൽ നിന്നുള്ള കാഴ്ചയാണ്. നമ്മൾ ആ താഴെ നിങ്ങളെ 2 ഷട്ടർ തുറന്നില്ലേ, ആ ഷട്ടറിൻ്റെ ഇതാണ് കേട്ടോ, ടോപ്പിൽ കാണുന്ന ഇതാണ് കേട്ടോ. ഇത് നടന്ന് നമ്മളിപ്പോൾ അതിൻ്റെ ടോപ്പിൽ നിൽക്കുന്നത്, നടന്ന് നമുക്ക് അതിൻ്റെ കുറച്ച് അതുവരെ പോകണം, കുറച്ച് ദൂരം വരെ പറ്റും. അവിടെ നിന്ന് പിന്നെ തിരിച്ച് വരണം എന്നാണ് പറയുന്നത്. പിന്നെ അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, ആ വ്യൂ പോയിൻ്റ് അതുവരെ കയറാൻ പറ്റും. നമ്മൾ താഴെ നിന്നെടുത്ത പാസ് ഇവിടെ സെക്യൂരിറ്റി ഉണ്ട്, അവിടെ കാണിക്കുകയും വേണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പം ഇതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത് കേട്ടോ. എന്തായാലും ഒരു നല്ല രസമുള്ള കാഴ്ച കേട്ടോ. ഇനി പൂജപ്പുരയൊക്കെ പോയി ഡാമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇനി പണിയാവും. ഞങ്ങൾ 3 പേരെ വന്നതാ. രതീഷ് വായിക്കുന്നുണ്ടോ? ഈ ഡാം കണ്ടിട്ട് പൂജപ്പുര പോയി ഡാം, എന്നിട്ട് അവിടെ പോയി ഡാം കെട്ടാൻ വേണ്ടി നമ്മളിപ്പോൾ ഡാമിൻ്റെ അവിടെ നല്ല ഇറങ്ങി ഡാമിൻ്റെ സൈഡിലോട്ട് നടക്കുകയാണ്. ഞങ്ങൾ അവിടെ നിന്നൊക്കെ തിരിച്ചിറങ്ങുമ്പോഴും അവിടെ നമ്മൾ ഇറങ്ങുന്ന സമയം നോട്ട് ചെയ്യും കേട്ടോ. കാരണം ഇത് ഇത്രയും ഇതിൻ്റെ ചുറ്റും ഞാൻ വന്ന് കിടന്ന റോഡിൽ ഇതിൻ്റെ ചുറ്റും വളരെ നിശബ്ദം, വളരെ ആരുമില്ല. അപ്പം ആര് വന്ന് ആരിറങ്ങിപ്പോയെന്ന് അവർക്ക് അറിയാൻ പറ്റില്ല. ഞങ്ങൾ ഇറങ്ങുമ്പോഴും അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങുന്ന സമയവും നോട്ട് ചെയ്തിട്ടാണ് വരുന്നത്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല സൂപ്പറായിട്ട് മാങ്ങ കേട്ടോ, മറ്റേ കട്ട് ചെയ്ത മാങ്ങ, പൈനാപ്പിൾ, ഇതെല്ലാം കൂടെ നല്ല മോരൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ സംഭാരം, അതെല്ലാം കൂടെ മാങ്ങയ്ക്കൊക്കെ എല്ലാം കൂടെ 20 രൂപയായിരുന്നു, പൈനാപ്പിൾ 20 രൂപ, സംഭാരത്തിന് 30 രൂപ. ഇത് സൂപ്പർ സംഭാരമായിരുന്നു കേട്ടോ. അതെല്ലാം കുടിച്ചിട്ട് ഞങ്ങളത് ഇങ്ങോട്ട് ഇറങ്ങി. ഇങ്ങോട്ട് നോക്കി കാണിച്ചില്ലേ, ഞാൻ ഈ വന്ന് താവട്ടൊക്കെ കണ്ട വളരെ സൈലൻ്റാണ് കേട്ടോ. ഇതിൻ്റെ അപ്പുറം ഡാമാണ്, വളരെ സൈലൻ്റാണ്. ഒറ്റയ്ക്ക് വരുന്നതിൽ കുഴപ്പമൊന്നുമില്ല, ഒറ്റയ്ക്ക് ആരും ഇവിടെ കണ്ടില്ല കേട്ടോ. അങ്ങനെ 2 പേരെങ്കിലും അതിൽ ഇങ്ങോട്ടേക്ക് വരുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ അതുവഴി വന്ന് കണ്ടിട്ട് അതുവഴി അങ്ങ് പോകുന്നതാണ് നല്ലത്. ഇവിടെ കണ്ട പാറ നോക്കി, ഇതാണ്ട് ഞാൻ വേറൊരു കാര്യം ഒന്ന് കാണിച്ചത്. പാറ ഉണ്ട്, ഈ പാറയുടെ മേളിൽ കണ്ട ഒരു ബിൽഡിംഗ് കണ്ടോ, നോക്കി കണ്ടോ. അതെന്താണെന്ന് പറഞ്ഞാൽ അത് ഇത്തിരി പഴക്കമുണ്ട് കേട്ടോ. ഇതുവഴി എങ്ങനെയാണ് മേളിൽ കാര്യം, മേളിൽ നിന്ന് കയറാൻ വഴി കാണുമായിരിക്കും. ഇതെന്താ ടാങ്കോ എന്തോ ആയിരുന്നു കേട്ടോ, വാട്ടർ ടാങ്കോ എന്തോ ആണെന്ന് തോന്നുന്നു. ഇതെല്ലാം നശിച്ചു കണ്ടോ. അതിനൊരു പേടിപ്പെടുത്തുന്ന ഒരു സംഭവം നോക്കി, ഈ പാറയിലാണ് ഇരിക്കുന്നത്.